ഹേ ഓൾ വെൽക്കം ടു സെല്ലർ മല്ലു വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി വരുന്നതാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ റിലേറ്റഡ് അല്ലാതെ തന്നെ ഓൺലൈൻ സെല്ലിംഗ് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് കുറഞ്ഞ പ്രൈസിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി പാക്കിംഗ് മെറ്റീരിയൽ എവിടെ ലഭിക്കും എന്നുള്ളത്. കാരണം ഇതിലൊക്കെ ഓൺലൈനിലൊക്കെ സെല് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ ബൾക്കായിട്ട് നമുക്ക് ഒരിക്കലും പാക്കിംഗ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയില്ല. കാരണം അത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന മാനുഫാക്ചറർ ആണെങ്കിലും അതുപോലെ ഒരു ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുക. അതിലൊക്കെ MOQ 1000, 2000, 3000, 5000 എന്ന രീതിയിലാണ് വരിക. അത് തന്നെ നല്ല പ്രൈസിങ്ങും വരുന്നുണ്ട്. അതിനെക്കാട്ടി കുറഞ്ഞ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ അടുത്തുള്ള ഒരു 3 പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഓരോ ചൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മൂന്ന് പാർട്ടായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഇതിന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത ചിലത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയക്കാം. മാക്സിമം നിങ്ങൾ പാക്ക് മെറ്റീരിയൽ ഒക്കെ എന്ത് ചെയ്യണം, 2 പ്ലൈ ആയിട്ടുള്ളത് എടുക്കണം. അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയിലൊക്കെ സെല് ചെയ്യുന്ന അതത് ബ്രാൻഡിന്റെ മീൻസ് പ്ലാറ്റ്ഫോമിന്റെ ഇത് വേണ്ടി വരും, പാക്കിംഗ് കവർ വേണ്ടി വരും. ഫ്ലിപ്പിന്റെ ആണെങ്കിൽ ഫ്ലിപ്പ് കവർമൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ പാക്കിംഗ് ബോക്സിന് ഒരിക്കലും നിങ്ങൾ പ്ലാറ്റ്ഫോമിന്റെ ഇതുള്ളത് നിങ്ങൾ വാങ്ങരുത്, കാരണം എക്സ്പെൻസീവ് ആണ്. ആ സ്ഥാനത്ത് നിങ്ങൾ പ്ലെയിൻ ബോക്സ് വാങ്ങിയിട്ട് അതിൽ ടാപ്പ് ചുറ്റുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. കവറുകളൊക്കെ എന്ത് ചെയ്യണം, ആമസോൺ ആണ് ആമസോണിന്റെ വാങ്ങാം, മീഷോന്റെ ആണ് മീഷോന്റെ വാങ്ങാം. നിങ്ങൾക്ക് അതൊക്കെ വാങ്ങാം. അത് വാങ്ങാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള മീൻസ് പ്ലാറ്റ്ഫോം ബേസ് അല്ലാതെ സെല് ചെയ്യുന്നവർക്ക് ഒരു നോൺ ജനറിക് ഒരു പ്ലെയിൻ ബോക്സും പ്ലെയിൻ കവറും നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ എങ്ങനെ വാങ്ങാന്നുള്ളതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിൽ കിടക്കാം. സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ. കമ്പാരിറ്റീവ്ലി ഞങ്ങൾ പർച്ചേസ് ചെയ്തതിൽ നോർമൽ പാക്കിംഗ് ബോക്സ് മീൻസ് കവറും കാര്യങ്ങളൊക്കെ മീഷോ എന്നാണ് വാങ്ങുക. മീഷോയിൽ കുറഞ്ഞ പ്രൈസിൽ പാക്കിംഗ് കവർ നോൺ നമുക്ക് മീഷോയിൽ സെല് ചെയ്യുന്നവർക്ക് മീഷോന്റെ കവർ മീഷോന്ന് വാങ്ങുന്നത് തന്നെ ബെറ്റർ. അതുപോലെ പാക്കിംഗ് കവർ നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ പ്രൈസിൽ 100 പീസും 50 ഒക്കെ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്. നമുക്ക് 50 പീസിന് 258 കാണിക്കുന്നത്. ഇതിൽ കുറഞ്ഞ ഇനി ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും ഓൺലൈൻ പേയ്മെന്റ് ആകുമ്പോൾ. ഇത് കണ്ടില്ലേ, 6-8 ബോക്സിന് കവറിന് 175. ഇതൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ചെറിയ വീട്ടിലൊക്കെ സെല് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആണ്. ചെറിയ ലേഡീസിന്റെ ഓരോ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ചീപ്പായിട്ടാണ് ഈ ഒരു ഇത് കിട്ടുന്നത്, ഈ പാക്കിംഗ് കവറ്. അപ്പൊ നോൺ ബ്രാൻഡഡ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ഓൺലൈൻ സെല് ചെയ്യുന്നവർക്കൊക്കെ ഇതിലും പറഞ്ഞൊരു പ്രൈസിന് ഇനിയൊരു ഇതിൽ കിട്ടില്ല. മീഷോ എന്നാണ് ഇങ്ങനത്തെ കവറൊക്കെ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീഷോയിൽ പിന്നെ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാം. പാക്കിംഗ് ബോക്സ് ഒക്കെ മീഷോയിലുണ്ട്. പക്ഷെ മീഷോ സജസ്റ്റ് ചെയ്യില്ല. കവർ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും, കാരണം ഞങ്ങൾ റീസെന്റ് പർച്ചേസ് ചെയ്തൊക്കെ മീഷോ എന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മീഷോ എന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ എല്ലാ ഐറ്റംസും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, റിട്ടേൺ ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് വേണ്ട സൈസ് നിങ്ങൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ഒരു കോമൺലി ആയിട്ടുള്ള ഇത് വാങ്ങണം ഏറ്റവും ബെറ്റർ. അല്ല കറക്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോക്സോ കവറിങ്ങോ ആയിരിക്കും വാങ്ങരുത്. കോമൺലി ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് എല്ലാം ഒരു രീതിയിൽ പെടുന്ന രീതിയിലുള്ള ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരേ ടൈപ്പ് ഓഫ് പാക്കിംഗ് ബോക്സിൽ തന്നെ വർക്ക് കംപ്ലീറ്റ്ലി ഒരു ഉണ്ടാവും. മറ്റെല്ലാ സൈസിലും നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ പാക്കിംഗ് ബോക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് പാക്കിംഗ് ബോക്സും കിട്ടും. നിങ്ങൾക്ക് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ സൈസ് മെൻഷൻ ചെയ്യണമെങ്കിൽ അത് മെൻഷൻ ചെയ്താൽ മതി. എന്താ വെച്ചാൽ 100 പീസ് 50 അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ ആമസോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് അവൈലബിൾ ആണ്. പാക്കിംഗ് ബോക്സ് ആമസോണിൽ ചെറിയ രീതിയിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. പിന്നെ ആമസോണിലാണ് കൂടുതലായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് പാക്കിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ടൈപ്പ് ഓഫ് ഏത് പ്ലാറ്റ്ഫോമിൻ്റെയോ എല്ലാം നിങ്ങൾക്ക് ഒന്ന് ട്രസ്റ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾക്ക് വേണ്ട ഡയമെൻഷൻ നിങ്ങൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പാക്കിംഗ് മെറ്റീരിയൽ വാങ്ങാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ പ്രൊഡക്റ്റ് അതായിട്ട് നിങ്ങൾ വാങ്ങരുത്. കാരണം നിങ്ങൾ വേറെ പ്രൊഡക്റ്റും കൂടി സെല് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു ഇത് കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ട സൈസിലൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി പൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ്, പാക്കിംഗ് മെറ്റീരിയലാണ്. ഇതിലാണ്ടില് നിങ്ങൾക്ക് എത്ര പീസസ് നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്യാൻ കഴിയും. കുറഞ്ഞ പീസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് 50 പീസിന്റെ ഉണ്ട്, 100 പീസിന്റെ ഉണ്ട്, 25 പീസിന്റെ ഉണ്ട്. അതുപോലെ പാക്കിംഗ് കവർ ഉണ്ട്. പാക്കിംഗ് കവർ കുറച്ച്
കോസ്റ്റ്ലി ആണ്. പക്ഷെ എന്നാലും മീഷോനെ വെച്ചപ്പോൾ ഓവറൊന്നും ഇല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്. പാക്കിംഗ് കവർ നിങ്ങൾക്ക് മീഷോന്ന് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങട്ടോ. നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ഇല്ല. ആമസോണിൽ നോൺ റിട്ടേണബിൾ ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ റിട്ടേൺ അടിക്കുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ക്വാളിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന വേണ്ടി വരും. പിന്നെ പാക്കിംഗ് ടാപ്പ് അടുത്താണ്. നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ബേസിലൊക്കെ പ്ലാറ്റ്ഫോം മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ സെല് ചെയ്യുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് പാക്കിംഗ് ബോക്സ് വാങ്ങാം. പിന്നെ അതിന്റെ കൂടെ ടാപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി. എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു ഇത് വാങ്ങരുത്, അതത് പ്ലാറ്റ്ഫോമിന്റെ പ്രിന്റ് ചെയ്തിട്ടുള്ള ബോക്സ് വാങ്ങരുത്. ഇതുപോലെ ടാപ്പ് വാങ്ങി ചുറ്റിയാൽ മതി. ഏറ്റവും ട്രെൻഡിങ്ങും നല്ല ക്വാളിറ്റിയും കാണാനൊരു ഫിനിഷിങ്ങും ഉള്ളത് പ്രൈമിന്റെ ബ്ലൂ കളർ ടാപ്പാണ്. കുറച്ച് ഓൾഡ് മോഡലാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടാപ്പ് ആമസോണിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. മീഷോന്റെ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മീഷോന്റെ എല്ലാത്തിൻ്റെ ഇതിൽ തന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പൊ മീഷോന്റെ ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങാം. ഇതൊക്കെ വാങ്ങാം. ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീഷോന്റെ ഈ ടാപ്പിനൊക്കെ കുറഞ്ഞ പ്രൈസ് ഉള്ളൂ. ആമസോണിന്റെ മറ്റേ ടാപ്പ് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസിങ് ഒന്നുകൂടി സിമ്പിൾ ആണ്. ഈ ഒരു ടാപ്പ് ഫ്ലിപ്കാർട്ടിന്റെ ടാപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പാക്കിംഗ് മെറ്റീരിയൽ കുറഞ്ഞ പ്രൈസിൽ എവിടെ കിട്ടുക എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സംശയം കാര്യങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.